അടുത്തതാണ് നമുക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. സ്കോപ്പ് അല്ല, സ്കോപ്പാണ്. സ്കോപ്പ്. ഓക്കെ, സ്കോപ്പ് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ പുതിയൊരു സാധനം ഉണ്ടാക്കുന്നു. സ്കോപ്പ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വേരിയബിൾ എവിടെയൊക്കെ അവൈലബിൾ ആണ് ഫംഗ്ഷനകത്ത്, അല്ലെങ്കിൽ ലൈക്ക് ഒരു കോഡിനകത്ത് എനിക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് എന്റെ ഗ്ലോബലി ഉള്ള സാധനം. ഞാൻ രണ്ടാമതൊരു ഇഫ് ഇട്ടാൽ ഈ ഇഫിനകത്ത് ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് അടുത്തൊരു സ്കോപ്പാണ്. ഇതൊരു സ്കോപ്പാണ്. അതേപോലെ തന്നെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഫംഗ്ഷൻ എവിടെ എഴുതിയിട്ട് നമ്മൾ നേരത്തെ ബേസിക്സിനകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതിയിടുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷനകത്തും ഉള്ള കേർലി ബ്രാക്കറ്റിനകത്ത് ഇതും ഒരു സ്കോപ്പാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസിനകത്ത് എല്ലാത്തിനകത്തും ഈ കേർലി ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഒരു സ്കോപ്പായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഒരു വേരിയബിൾ അതിന്റെ പുറത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല ഫോർ വാട്ട് എവർ പർപ്പസ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ സം എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഞാനപ്പോ അതിനെ അകത്ത് ലോഗ് ചെയ്താൽ വർക്കാവും. പക്ഷെ പുറത്ത് സമ്മിനെ വിളിക്കാൻ നോക്കിയാൽ ഇവന്മാര് പറയും, ഓ ഇതെന്തോ ഇപ്പോഴും സിയോടി പോയില്ലേ നോട്. ഓക്കെ, അതെന്താ ചീഫ് കിടക്കുന്നുണ്ടാണ്. ഓ, ഇവിടെ സം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒന്ന് ഫംഗ്ഷൻ നെയിം ഉണ്ട്, വാർ സം എന്ന് ഓർക്കാം. ഓക്കെ, വാർസം. സോ ഇനി ഞാൻ പുറത്ത് വാർസം വിളിക്കാൻ നോക്കുകയാണെങ്കിൽ എറടിക്കും. കാരണം പുറത്ത് വാർസം ഡിഫൈൻഡ് അല്ല. കാരണം വാർസമിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കേർലി ബ്രാക്കറ്റിനകത്തേ ഉള്ളൂ. അതിന്റെ പുറത്ത് അവൻ ആരും അല്ലാതാവും. അതിൽ അതിന്റെ അകത്ത് മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. അവനാണ് ഇതിനകത്തുള്ള ലോഗ് വർക്കാകും ചോദിച്ചാലില്ല. ആ ലോഗിന് മുന്നേ ഈ ലോഗാണ് എക്സിക്യൂട്ട് ആയത്. നമ്മൾ ഇനിയിപ്പോ ഇവിടെ സം എന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്ന് കരുതിക്കോ. ഇങ്ങനെ കോൾ ചെയ്യുകയാണെങ്കിൽ താണ്ടോ ആദ്യം 21 പ്രിന്റ് ആയി. കാരണം അവിടെ വാർസം ആക്സസിബിൾ ആണ്. കാരണം ഇത് ഇവിടെ വന്നു, ആദ്യത്തെ കൺട്രോൾ ഇവിടെ വന്നു, 10ഉം 11ഉം കൊണ്ട് അവിടെ പോയി വാർസം കിട്ടി. ഇവിടെ വാർസം പ്രിന്റ് ചെയ്തു. കാരണം വാർസം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അത് കഴിഞ്ഞ് പുറത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വാർസം ഇവിടെ അവൈലബിൾ അല്ല. സോ അപ്പൊ ഈ വാർസമിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇത് കൂടാതെ നമുക്കപ്പം 3 തരത്തിൽ വേരിയബിൾ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. വാർ ഇവിടെ ഞാൻ ഇവിടെ ഇട്ടെന്ന് എഴുതിക്കോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാർ നോക്കാം. അത് ഞാൻ ഇതിൽ ഇട്ട് നോക്കിയിട്ടില്ല. നമുക്ക് ഇനി വാർസം പുറത്ത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇല്ല ഗൈസ്, പുറത്ത് ഇപ്പോഴും വാർസം കിട്ടുന്നില്ല. അപ്പൊ വാർസം പുറത്ത് അവിടെ ഇട്ടോണ്ടായിരിക്കും. ഓക്കെ, നമുക്കപ്പോ അടുത്തത് വാർസമിന് നമുക്കിവിടെ വാർസം ഈക്വൽ ടു 10 എന്ന് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, വാർസം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തു. ഇതും നേരത്തെ വാർ നമ്മൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ ആരും വാർ ഉപയോഗിക്കാത്തതിന്റെ വേറൊരു കാരണം ഈ ഒരു റീസണാണ്. ഇവിടെ ഞാൻ 10 കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് പുതിയൊരു ഇതൊരു ഗ്ലോബൽ സ്കോപ്പാണ് ഈ പ്രോഗ്രാമിന്റെ ഇത്. അപ്പൊ അവിടെ ഗ്ലോബൽ സ്കോപ്പിൽ വാർസമിന്റെ വാല്യൂ 10 ആണ്. ഇവിടെ വന്നു ഈ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ഒരു വാർസമിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയി വാട്സ് എവർ ലെബിലേക്ക്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴും ഞാനിവിടെ 10 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ അവിടെ 10 വരുന്നുണ്ടോ അതോ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, അവിടെ 10 ആണ് ഇപ്പോഴും വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. നമുക്കപ്പോ ഇതിനെ വേറെ എന്തെങ്കിലും സാധനം ആക്കാം. ഞാനിപ്പോ ഇതിനെ ഇവിടെ മാറ്റിയിട്ട് ഇതിനൊരു ഇഫ് കണ്ടീഷൻ ആക്കാണ്. എന്നിട്ട് അതിനകത്ത് ട്രൂ ഇട്ട് ആ ട്രൂവിനകത്ത് ഞാൻ വാർസം ഈക്വൽ ടു 12 എന്ന് ഓർത്തു. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇവിടെ ഞാൻ 10 എന്നാണ് കൊടുത്തത്. വാർസമിന്റെ വാല്യൂ ഇവിടെ 10 എന്നാണ് കൊടുത്തത്. ഇവിടെ ഞാൻ വീണ്ടും വാർസം ഡിക്ലെയർ ചെയ്ത് 12 കൊടുത്തു. പക്ഷെ ഈ വാർസമിന്റെ സ്കോപ്പ് ശരിക്കും ഇതിനകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 12 എന്ന് പറയുന്ന വാല്യൂ ശരിക്കും പുറത്തു വരാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലോഗ് ഇട്ടാ അവിടെ 12 കിട്ടണം. ഓക്കെ, അതാണ് അതിന്റെ എക്സ്പെക്ടഡ് ബിഹേവിയർ. ഇവിടെ വാർസം ഇട്ടാ ഇവിടെ 12 വരാം. ഓക്കെ, ഇവിടെ അപ്പോ ഞാൻ ഇന്നർ എന്ന് കൊടുക്കുന്നതായിരിക്കോ, ഒരു കോമ ഇട്ട് ഇവിടെ ഞാൻ ഔട്ടർ എന്ന് എടുക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കോമ ഇട്ട് ഇന്നറിലും 12 ഔട്ടറിലും 12. ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ടഡ് ബിഹേവിയർ, ഐ മീൻ ലൈക്ക് ഒരു നോർമൽ യൂസ് കേസ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് കോഡ് എഴുതുമ്പോഴത്തേക്ക് പുറത്ത് 10ഉം അകത്ത് 12 വരേണ്ട. കാരണം 12ന്റെ വാർസമിന്റെ സ്കോപ്പ് ശരിക്കും ഇത്രയേ ഉള്ളൂ. പുറത്ത് ആ വാല്യൂ വരാനേ പാടില്ല. പക്ഷെ ഇവിടെ വാർ ആയതുകൊണ്ടാണ് വന്നത്. നമുക്കപ്പോ ഈ വാർ മാറ്റി ഇവിടെ ലെറ്റ് ആക്കുകയാണെന്ന് എഴുതിക്കോ.
ലെറ്റ് ആക്കുമ്പോൾ തന്നെ അവിടെ എറർ അടിക്കും. ഇപ്പൊ എറർ അടിച്ചില്ല. കാരണം ഇനി നമുക്ക് ഓർത്ത് നോക്കാം. ഇപ്പൊ കണ്ടോ, അകത്ത് 12ഉം പുറത്ത് 10ഉമാണ്. കാരണം ലെറ്റ് ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് സ്കോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ്ട. വാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ചൊരു ഡീവിയേറ്റ് സാധനം ഉണ്ട്. അത് നമ്മൾ ആ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു സാധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതൊരു മുട്ടൻ കോൺസെപ്റ്റാണ്. അതിന് കുറച്ചുകൂടെ ആളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം.